ഇത്തവണത്തെ തിരുവോണം ബമ്പർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും എടുക്കുന്ന ഒരേ ഒരു ബമ്പർ ടിക്കറ്റാണ്. ആദ്യം പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ നിയമപരമായ ഒരു മുന്നറിയിപ്പ്. കേരള ഭാഗ്യക്കുറി പേപ്പർ രൂപത്തിൽ മാത്രമേ വിൽപ്പനയുള്ളൂ. അതും കേരളത്തിനുള്ളിൽ മാത്രം. ഏതെങ്കിലും ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ഉള്ള വിൽപ്പന നിയമവിരുദ്ധമാണ്. ഈ മുന്നറിയിപ്പ് എന്തിനാണെന്നോ? കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ ഓൺലൈനായി പല ആപ്പുകളിലൂടെ വിൽക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ തിരുവോണം ബമ്പർ എടുത്താണ് അന്വേഷിക്കുന്നത്. ഞാൻ എടുത്ത ടിക്കറ്റ് TG 16 44 42. അപ്പോൾ അങ്ങനെ തിരുവോണം ബമ്പർ കയ്യിലായി. സുഹൃത്തും സഹപ്രവർത്തകനായ വിഷ്ണുവാണ്. വിഷ്ണു, തിരുവോണം ബമ്പർ എടുത്തിട്ടുണ്ട്. വിഷ്ണു എടുക്കുന്നു പറഞ്ഞു, എടുത്തോ? എടുക്കണം, ഇനി കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഇത്തവണ ഓൺലൈനായിട്ട് എടുക്കുക. ഓൺലൈനായിട്ടോ? ഒരുപാട് ആപ്പുകളുണ്ട്. കേരള സർക്കാരിൻ്റെ എന്ന് തോന്നുന്ന തരത്തിലുള്ള ആപ്പുണ്ട്, കേട്ടോ. അതും തന്നെ ഒരു മുന്നറിയിപ്പാണ്. വിഷ്ണു, വലിയ വാഗ്ദാനമാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ നികുതിയില്ല, ഏജൻസി കമ്മീഷൻ ഇല്ല, മുഴുവൻ സമ്മാനത്തുകയും കൈ കിട്ടും. സമ്മാനം കിട്ടാൻ 50% സാധ്യതയുണ്ടെന്ന്. 10 കോടിയുടെ നറുക്ക് ഇതേ വരുന്നു. 10 കോടിയുടെ നറുക്ക് ഇതാ വരുന്നു. ഭയങ്കരം തന്നെ. സർക്കാരിൻ്റെ ഔദ്യോഗിക ആപ്പെന്ന മട്ടിലാണല്ലോ ഡിസൈനൊക്കെ. കേരള സർക്കാരിൻ്റെ എല്ലാ ടിക്കറ്റുകളും ഇവിടെ ഉണ്ട്. ഇത് തിരുവോണം ബമ്പറും ഉണ്ടല്ലോ. തിരുവോണം ബമ്പർ ഉണ്ട്. നീ ഓൺലൈനായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സീരീസും നമ്പറും സെലക്ട് ചെയ്യാൻ പറ്റും. ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത് തട്ടിപ്പുണ്ടോയെന്ന് അറിയണമല്ലോ. ഞാൻ എടുത്ത ഈ ടിക്കറ്റിൽ ഈ നമ്പർ തന്നെ വാങ്ങാൻ നോക്ക്. അതെങ്ങനെ ശരിയാവും ചേട്ടാ? ആ ടിക്കറ്റ് നിങ്ങൾ വാങ്ങിയില്ലേ? നീ എങ്കിലും ഈ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് നോക്ക്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാന്നല്ലേ പറയുന്നത്. നോക്ക്, TG 16 16 44 42. സെർച്ച് ടിക്കറ്റ് വ്യൂ. അതായത് എൻ്റെ കയ്യിലുള്ള ടിക്കറ്റിലെ നമ്പർ തന്നെയാണ് നീ ഓൺലൈനായി വാങ്ങിയ ടിക്കറ്റിലെ ഈ നമ്പർ. ഞെട്ടിയാ? ഈ നമ്പറിനാണ് ഇപ്പോൾ 1ാം സമ്മാനം എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഞാൻ ഈ ലോട്ടറി കൊണ്ട് ലോട്ടറി ഡയറക്ടറേറ്റിൽ ഹാജരാക്കി ഈ നികുതി കഴിച്ചിട്ടുള്ള 25 കോടിയിലെ 1ാം സമ്മാനവും കൈപ്പറ്റും. അപ്പം ഞാനോ? നീ എന്ത് ചെയ്യും? നിനക്ക് ഓൺലൈൻകാരല്ലേ ലോട്ടറി വിറ്റത്? അതെ. അവർ തരുമായിരിക്കും. അതന്നെ, അവരാരാ? 500 രൂപ പോയ മോനെ. ഈ ഓൺലൈനിൽ കളിക്കുന്നവർ പറയുന്നതേ അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ സമ്മാനം കിട്ടാറുണ്ടെന്നാണ്. ഒന്ന് തിരക്കി നോക്കാം. ഓൺലൈൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാൻസ് ഉള്ള നമ്പേഴ്സ് നമുക്ക് കടകളിൽ കിട്ടാറില്ല. ഇപ്പോൾ 2000 ടിക്കറ്റ് കൊടുത്താൽ പോലും ഒരു ഷോപ്പ് വിറ്റാൽ പോലും വേറെ 500 രൂപയും 1000 രൂപയ്ക്ക് ഒരു പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ വഴി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത്. സാധാരണ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യുന്ന തന്നെയാണ്. നമുക്കതിനകത്ത് പൈസ ആഡ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആ സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ടിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അക്കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ വാലറ്റിൽ ഇടണമെങ്കിൽ ആ വാലറ്റ് ഇട്ടിരിക്കാം. എനിക്ക് 25,000 രൂപ ഓൺലൈൻ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത തിരുവോണം ബമ്പറാണ്. ഈ നമ്പർ എടുത്ത് ഓൺലൈനായിട്ട് എടുത്ത് അതിൽ സമ്മാനം അടിച്ചാൽ എന്ത് ചെയ്യും? ഇതാകുമ്പോൾ നമുക്ക് പൈസ കിട്ടാനൊരു ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഇതിൽ വലിയൊരു എമൗണ്ട്, ഇപ്പോൾ 25 കോടി ഫസ്റ്റ് പ്രൈസ് സപ്പോസ് നമ്മൾ എടുത്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആരോട് ചോദിക്കണം എന്ന് നമുക്ക് അറിയില്ല. കസ്റ്റമർ കെയറൊക്കെ ഉണ്ട്. ഇത് വല്ലതും വിറ്റ ലോട്ടറി കടക്കാരെ അറിയുന്നുണ്ടോ? ഇതേ ടിക്കറ്റ് എൻ്റെ ക്യാമറമാന് ഓൺലൈനായി എടുക്കാൻ സാധിക്കുമോ? ഈ നമ്പർ എന്തായാലും ഓൺലൈനിൽ കിട്ടത്തില്ല. അത് വേറെ കാര്യം. കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും. പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരിക്കലും ഈ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരുന്നില്ല അവർ. ഇതൊരു വലിയ തട്ടിപ്പും മാഫിയയുമാണ്. അധികാരികളുടെ വിരലകലത്തിലാണ് ഈ നിയമലംഘനങ്ങൾ പച്ചയ്ക്ക് നടക്കുന്നത്. നമ്മുടെ ലോട്ടറി വകുപ്പിനും ലോട്ടറി ഡയറക്ടറേറ്റിനും രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ട്. അവരെല്ലാം കാഴ്ചക്കാരുടെ റോൾ ഗംഭീരമാക്കുകയാണോ? കാണാം അതേക്കുറിച്ച്. ക്യാമറമാൻ സജീവകുമാറിനും പ്രവീൺ ദാസിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ച് വിൽക്കുന്ന ടിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്, തിരുവോണം ബമ്പർ. ഇത് ഓൺലൈനായി വിൽക്കുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ച ഈ ടിക്കറ്റിൽ ലോട്ടറി ഡയറക്ടറുടെ ഒപ്പൊന്ന് നോക്കൂ. ഇതാണ് ലോട്ടറി ഡയറക്ടറുടെ ഒപ്പ്. ഇനി ഓൺലൈനായി വാങ്ങിയ തിരുവോണം ബമ്പറിലെ ഡയറക്ടറുടെ ഒപ്പ് നോക്കൂ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇത് മാത്രമല്ല വ്യത്യാസം, ഡിസൈനിലടക്കം വലിയ വ്യത്യാസമുണ്ട്. യഥാർത്ഥ ടിക്കറ്റിൽ മലയാളത്തിലാണ് 25 കോടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഓൺലൈനായി വിൽക്കുന്ന ടിക്കറ്റിൽ 25 കോടി എന്ന് ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 25 കോടി എന്ന് വൃത്താകൃതിയിലുള്ള ഒരു ഡിസൈനാണ്. ഇത് 25 കോടി എന്ന് ഇത്തരത്തിലാണ് ഒരു വൃത്താകൃതിയിൽ തന്നെ മറ്റൊരു ഡിസൈനിലാണ് ഓൺലൈനായി വിൽക്കുന്ന ടിക്കറ്റിൽ കാണപ്പെടുന്നത്. ഇനി ഡിസൈനിൽ മാത്രമല്ല, സമ്മാനത്തുകയിലും വലിയ വ്യത്യാസമാണ്. കബളിപ്പിക്കലാണ്. കാരണം 1ാം സമ്മാനം 25 കോടി രൂപയാണ് കേരള സർക്കാരിൻ്റെ ഭാഗ്യക്കുറി നൽകുന്നത്. 2ാം സമ്മാനം 1 കോടി രൂപയാണ്. കണ്ടോ?
എന്നാൽ ഓൺലൈനായി വിൽക്കുന്നവർ ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 50 ലക്ഷം രൂപ, മൂന്നാം സമ്മാനമാണ് കേരള ലോട്ടറിയിൽ 50 ലക്ഷം രൂപ. ഇവിടെ മൂന്നാം സമ്മാനം 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ. ഇവിടെയാണ് കബളിപ്പിക്കലിൻ്റെ തമാശ. കേരള ഭാഗ്യക്കുറി 1 കോടി രൂപ രണ്ടാം സമ്മാനമായി നൽകുമ്പോൾ ഇവിടെ രണ്ടാം സമ്മാനമായി നൽകുന്നത് 50 ലക്ഷം രൂപയാണ്. മൂന്നാം സമ്മാനമായി 1 കോടി രൂപയെ നൽകുന്നു. ഇതൊന്നും ഓൺലൈനായി ലോട്ടറി എടുക്കുന്നവർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കബളിപ്പിക്കപ്പെടുന്നവർ പുറത്തു പറയാനും മടിക്കുന്നു. കാരണം എവിടെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? സമ്മാനം കിട്ടാൻ 50% സാധ്യതയെന്ന മോഹന വാഗ്ദാനത്തിൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ സ്ഥിരം ഭാഗ്യാന്വേഷികൾ വീണ് കഴിയും. വിശ്വാസ്യത നൽകാൻ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയാണെന്ന സാക്ഷ്യപ്പെടുത്തലും. പകലന്തിയോളം ചോര നീരാക്കി സമ്പാദിക്കുന്നവരടക്കം ഇതോടെ ചൂതാട്ടത്തിന്റെ വലയിൽ അകപ്പെടുകയാണ്. ഭാഗ്യക്കുറി വകുപ്പ് ഏജന്റുമാർ മുഖേന വിൽക്കുന്ന ഈ ടിക്കറ്റുകളെല്ലാം ഈ ആപ്പിലും വാങ്ങാൻ കിട്ടും. നറുക്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെയല്ല, ഇവിടെ ആപ്പിൽ ടിക്കറ്റ് കച്ചവടം പൊടിപൊടിക്കുകയാണ്. തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന വിൻവിൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ്. കൊല്ലത്തെ ലോട്ടറി കടയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ടിക്കറ്റാണ്. 7915 അവസാനിക്കുന്ന നമ്പർ സെറ്റാണ്. അടിച്ചാൽ ഒരു ടിക്കറ്റിന് 5000 രൂപ വീതം കിട്ടും. കൊല്ലത്തെ കടയിലെ ടിക്കറ്റ് തന്നെ ഓൺലൈൻ ആപ്പിലും വാങ്ങാൻ നോക്കി. സംഗതിയുണ്ട്. ഓൺലൈനായി പണമടച്ച് 40 രൂപയുടെ 5 ടിക്കറ്റ് വാങ്ങി. നമ്മുടെ കേരള സർക്കാർ ടിക്കറ്റ് വരെ ഒരു ബന്ധമില്ല ഡിസൈനാണ് ഉള്ളത്. ഈ സാധാരണക്കാരായിരിക്കും ഓരോ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവരാണ് കൂടുതൽ ഈ വഞ്ചിക്കപ്പെടാൻ ചാൻസ് കൂടുതലും. പക്ഷെ അവർക്കൊരു കാരണവശാലും മനസ്സിലാവില്ല. സർക്കാർ വിൽക്കുന്ന ലോട്ടറിയിൽ ടിക്കറ്റ് വില 500 രൂപയാണ്. ഇവിടെയും ടിക്കറ്റ് വില 500 രൂപ തന്നെ. പക്ഷേ 28% GST അടയ്ക്കുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ GST ആർക്കാണ് അടയ്ക്കുന്നത് എന്നൊന്നും ഒരു വ്യക്തതയുമില്ല. ഇതാരാണ് അടയ്ക്കുന്നത്? എന്താണ് ഇതിൻ്റെ സുതാര്യത? സംസ്ഥാന സർക്കാർ ഉത്തരം കണ്ടെത്തണം. ആരാണ് ഈ ഓൺലൈൻ ലോട്ടറി കച്ചവടം നടത്തുന്നത്? എവിടെ ഇരുന്ന്? കേരളത്തിനകത്തിരുന്നാണോ ലോട്ടറി മാഫിയയുടെ ഈ ക്രിമിനൽ പ്രവർത്തികൾ? ഒരു ആപ്പ് പൂട്ടിക്കാൻ പോലും കഴിയാത്ത സർക്കാരുകളെയാണോ നമ്മൾ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്? ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും ഇതിൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നന്നത്തെ കൂലിപ്പണിക്കൊക്കെ പോയി വരുന്ന സാധാരണക്കാരായ കുറേ മനുഷ്യരാണ് ഒരുപക്ഷെ ഈ ലോട്ടറിയൊക്കെ എടുത്ത് ജീവിതം മെച്ചപ്പെടുത്താമെന്ന് സ്വപ്നം കാണുന്നത്. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഓണം ബമ്പർ വിപണിയിലെത്തി, അതിൻ്റെ ഓൺലൈൻ തട്ടിപ്പ് അതിലും ഓണം ബമ്പർ എത്തിക്കഴിഞ്ഞു. നോക്കൂ, സാധാരണക്കാരായ ആളുകളാണ് ലോട്ടറി എടുത്ത് നല്ലൊരു നാളെ സ്വപ്നം കണ്ട് ലോട്ടറിയൊക്കെ എടുത്ത് അവർക്ക് പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ തട്ടിപ്പിന്റെ രീതി അതെങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇതൊരു ആപ്പായിട്ടാണോ പ്രവർത്തിക്കുന്നത്? എത്ര ആപ്പുകളുണ്ട്? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ആദ്യമല്ല ഞാൻ കരുതിയത്, സാധാരണ ഈ ടിക്കറ്റ്, ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ലോട്ടറി വകുപ്പ് അച്ചടിച്ച് നൽകുന്ന ടിക്കറ്റ്, ഈ ടിക്കറ്റിനെ മാനിപ്പുലേഷൻ നടത്തി അതിൻ്റെ വ്യാജൻ പലർക്കും വാട്സപ്പ് വഴിയെല്ലാം പ്രചരിപ്പിച്ച് വാട്സപ്പ് വഴി നൽകി അങ്ങനെ പണം തട്ടുന്ന രീതിയായിരുന്നു വ്യാപകമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആപ്പിലൂടെ എന്ന് പറയുമ്പോൾ ഇത് ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനം പോലെ തന്നെ പാരലലായൊരു സംവിധാനമാണ് എന്ന് വേണം മനസ്സിലാക്കാം. കാരണം ഈ ഓൺലൈൻ ടിക്കറ്റുകൾ എടുക്കുന്നവർ പറയുന്ന വാക്കുകൾ തന്നെ വ്യക്തമാണ്. കാരണം സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറിയിൽ സമ്മാനം കുറവാണ്, അതുകൊണ്ട് അവർ ഓൺലൈനിലൂടെ ടിക്കറ്റുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സമ്മാനം കിട്ടുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ അവർക്ക് സമ്മാനം കിട്ടുന്നുണ്ട്, ചെറിയ തുകകളാണ് കിട്ടുന്നത്. പക്ഷേ എത്രത്തോളം ആളുകൾ, നേരത്തെ ആര്യ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർ ചോര നീരാക്കിയ പണമാണ് ഇങ്ങനെ ഈ ഓൺലൈൻ ലോട്ടറി എടുക്കാനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സംഘം, ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം അടിസ്ഥാനമാക്കുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെ സമ്മാനമാണ്. അതായത് അവർ വിറ്റഴിക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അതേ സീരീസിൽപ്പെട്ട സീരിയൽ നമ്പറും അതേ നമ്പറുകളും തന്നെയാണ് വിറ്റഴിക്കുന്നത്. അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് തിരുവോണം ബമ്പറിൻ്റെ ഞാൻ കടയിൽ നിന്ന് ഓൺലൈനായി നേരിട്ടെടുത്ത ടിക്കറ്റ് തന്നെ മറ്റൊരാൾക്ക് അതേ നമ്പർ ഓൺലൈനായി എടുക്കാൻ സാധിച്ചത്. ഇതിനകത്ത് ഈ ടിക്കറ്റിൻ്റെ വ്യത്യാസമൊന്നും ഇത്തരത്തിൽ ഓൺലൈനിൽ എടുക്കുന്നവർ ശ്രദ്ധിക്കാറില്ല. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് ചെറിയ സമ്മാനം കിട്ടുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ ചെറിയ സമ്മാനങ്ങളെങ്കിലും 5000 രൂപ. ആപ്പ് തുറന്നാൽ ആദ്യം കാണുന്നത് ഡയറക്ടറേറ്റ് ഓഫ് കേരള ലോട്ടറീസ് ഓൺലൈൻ, അതായത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ വിൽപ്പന കേന്ദ്രമെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ ആപ്പ് തുറന്നാൽ കാണാൻ കഴിയുന്നത്. ഈ ആപ്പ് കുറെ കാലമായല്ലോ പ്രവർത്തിക്കുന്നു. നമുക്കൊരു സർക്കാർ സംവിധാനമുണ്ട്, നമുക്ക് നിയമവകുപ്പുണ്ട്, പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ കേരള സർക്കാരിന്. ഇത് കണ്ടെത്താൻ കഴിയാത്തതാണോ? ഇത് കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം
സർക്കാർ ഈ ലോട്ടറി ഡയറക്ടറുടെ മുൻപാകെ ഇത്തരം പറ്റിപ്പിനിരയായവർ പരാതിയുമായി ഒരുപാട് കാലങ്ങളായി ചെല്ലുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഡയറക്ടറുടെ മുന്നിലേക്ക് 100-ലധികം പരാതികൾ വരികയും അത് അദ്ദേഹം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ADGP തലത്തിലുള്ള അന്വേഷണമാണ്, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി തലത്തിലുള്ള അന്വേഷണമാണ് ഇതിൽ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആ വാർത്തയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവർ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതിന് ആവശ്യമായ തുക അവരുടെ വാലറ്റിലേക്ക്, അതായത് ഈ ആപ്പിലെ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ആ തുക വിനിയോഗിച്ചാണ് ഇവർ ടിക്കറ്റ് എടുക്കുന്നത്. ഇനി ഒരുപക്ഷെ സമ്മാനം ഇവർക്ക് കിട്ടിയെന്ന് എഴുതട്ടെ, ആ സമ്മാനം വന്നെത്തുന്നത്, സമ്മാനം കിട്ടിയ ചില തെളിവുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്, സമ്മാനം വന്നെത്തുന്നത് ഇവരുടെ ആപ്പിലേക്കാണ്. ഇവർക്ക് ആവശ്യാനുസരണം വിഡ്രോ ചെയ്യാം. അതായത് ഒരു ബാങ്കിങ് ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ OTP തട്ടിപ്പ് വഴിയൊക്കെയുള്ള തട്ടിപ്പ് നടത്തുന്നവരെ കണ്ടെത്താനുള്ള പ്രയാസവും സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതൊരു ശുദ്ധമായ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഈ ബാങ്കിങ് ഉറവിടം തേടി പോകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കില്ലേ? ഒന്ന് സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ സമ്മാനം ലഭിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബേസിക്കലി ട്രാൻസ്ഫർ നടക്കുന്നത്. അത് ആ റൂട്ട് കൃത്യമായി കണ്ടെത്താൻ കഴിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ RBIയോ അല്ലെങ്കിൽ ആ ബാങ്ക് ഏത് ബാങ്കാണോ ആ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ അത്രയും സിമ്പിൾ ആണ് കാര്യം. തീർച്ചയായും. മാത്രമല്ല ആര്യ, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. കാരണം ഈ നമ്മുടെ ടിക്കറ്റ്, കടലാസ് ടിക്കറ്റ് ലോട്ടറി എടുക്കുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ അതല്ലാത്തവരാണ് ഇതിനകത്ത് ഓൺലൈനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, പണം ഒരുപാട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ കിട്ടും എന്ന പ്രതീക്ഷയിൽ 100 പേർ എടുക്കുമ്പോൾ 25 പേർക്ക് കിട്ടിയാൽ ബാക്കി 75 പേർ പ്രതീക്ഷയിലാണ് അവർക്ക് നാളെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, പ്രശാന്തിലേക്ക് തിരികെ വരാം. ഇത് സ്വാഭാവികമായും ഒരു ഓൺലൈൻ തട്ടിപ്പാണ്. IT എക്സ്പേർട്ടായ വിനോദ് ഭട്ടത്തിരിപ്പാട് കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ് ഭട്ടത്തിരിപ്പാട്, നമ്മൾ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ, വായ്പാ തട്ടിപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. പക്ഷെ അതിലൊക്കെ കൂടുതൽ നമുക്ക് ഫോൺ കോൾ വരുന്നു, OTP പറയൂ എന്ന് പറയുന്നത്, ആ രീതിയിലുള്ള തട്ടിപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള പരാതി പോലീസിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കുമായി പോയാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പ്രയാസങ്ങളുണ്ട് ആ സോഴ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആ ആപ്ലിക്കേഷനിൽ ഒരു വാളറ്റ് ഉണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നൽകുന്നു. നമുക്ക് സമ്മാനം അടിച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ആ വാളറ്റിലേക്ക് പണം വീഴുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ? അത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഇത് രണ്ടായാലും, അതായത് നേരത്തെ പറഞ്ഞ ഓൺലൈൻ തട്ടിപ്പുകൾ എങ്ങനെയാണോ കണ്ടുപിടിക്കുക അതേപോലെയൊക്കെ തന്നെയാണ് ഇത് കണ്ടുപിടിക്കുക. രണ്ടായാലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സെയിം ആണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കുറവ് സെയിം ആണ്. ടെക്നോളജി ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടണം. ഈ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്, ഒരു 10-15 ഡിഫറെന്റ് സോഴ്സസ് നിന്നാണ് ഇതിന്റെ തെളിവുകൾ കിട്ടുക, ഈ കേസ് അന്വേഷണത്തിന് വേണ്ട തെളിവുകൾ. അപ്പൊ അതായത് ഇത് ഏത് IP അഡ്രസ് നിന്നാണ് ഇത് ഓപ്പറേറ്റഡ് ആവണത്, ഈ അതായത് പറഞ്ഞ പോലെ ഇപ്പൊ ചെറിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് IP അഡ്രസ് നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ആ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞു ആ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഏതൊക്കെ IP അഡ്രസ് നിന്നാണ് നടന്നിട്ടുള്ളത്, എന്നാണ് നടന്നത്, എത്ര മണിക്കാണ് നടന്നത്, ഏത് കൺട്രിയിൽ നിന്നാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെന്ന് മാത്രം. ഈ വിവരങ്ങൾ പല നിലയ്ക്കാണ് കിട്ടുക. ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇത് എവിടുന്നാണ് നടക്കണതെന്ന് അറിഞ്ഞ് ആ സ്ഥലത്ത് ചിലപ്പോൾ പോയിട്ട് റെയ്ഡ് നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെ റെയ്ഡ് നടത്തി ആളുകളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അതാണ് അതിന്റെ ഒരു പൊതുരീതി. ഏത് തട്ടിപ്പായാലും ഒരു പൊതുരീതി അതാണ്. ഒരുപാട് കേസിൽ ഇത്തരം, ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI യൂസ് ചെയ്തിട്ട് കോഴിക്കോട് നടന്നിട്ടുള്ള തട്ടിപ്പ് എങ്ങനെയാണ് കേരള പോലീസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അവര് മുമ്പോട്ട് പോയി ചില പ്രതികളെങ്കിലും പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ കണ്ടു. അതേ രീതിയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നടക്കേണ്ടത്. ഇതില് ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ പറയാത്ത 1-2 കാര്യങ്ങൾ പറയാം. പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്, അതിൽ യാതൊരു തെറ്റുമില്ല. പറയാത്ത 1-2 സൗകര്യങ്ങൾ, 1-2 കാര്യങ്ങൾ പറയാം. ഇത്തരം ആപ്പുകളിൽ ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോ അവരൊരു പെർട്ടിക്കുലർ നമ്പർ, നിങ്ങളുടെ റിപ്പോർട്ടർ ഒരു ലോട്ടറി വാങ്ങി ആ ലോട്ടറിയിലത്തെ നമ്പർ തന്നെ അടിച്ചു കൊടുത്തിട്ട് 500 രൂപ കൊടുത്ത് ഓൺലൈനായിട്ട് സെയിം നമ്പർ
വാങ്ങി കണ്ടു. അത് വേണമെന്ന് വെച്ചാൽ ചില ആപ്പുകൾ പറയും ഈ നമ്പറിലുള്ള ഒറിജിനൽ ലോട്ടറി നിങ്ങൾക്ക് ഞങ്ങളുടെ ലോക്കറിൽ യൂസ് ചെയ്യാം, വെക്കാം, അപ്പൊ ഞങ്ങളുടെ ലോക്കറിൽ അത് സേഫ് ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലോക്കർ ഫെസിലിറ്റി തരുന്ന ആളുകളുണ്ട്. പിന്നെ ഇതില് ചില അപൂർവ ചില ആപ്പുകളിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ പറയണത് കോണ്ടാക്ട് അസ് കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ കടമ്പൂര് എന്നുള്ള സ്ഥലത്ത് ഒരു അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് അഡ്രസ് ഒന്നല്ല, ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്കൊപ്പം ഇപ്പോൾ ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എബ്രഹാം റെൻ, നോക്കൂ, വലിയ 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 അത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണിത്. കേരള ബമ്പർ, അതായത് ഇപ്പോൾ ഓണം ബമ്പർ ഏത് സീരീസ് ആണോ നമുക്ക് പുറത്ത് പേപ്പർ ലോട്ടറിയായി വാങ്ങാൻ കഴിയുന്നത് അത് ഓൺലൈനിൽ ലഭ്യമാവുകയാണ്. സാധാരണക്കാർ പറ്റിക്കപ്പെടുകയാണ്. താങ്കളുടെ വ്യാജ സീലടക്കം, വ്യാജ ഒപ്പടക്കം അതിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇത്തരം തട്ടിപ്പുകളുടെ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പറയാനുള്ളത്, കേരള ഭാഗ്യക്കുറി യാതൊരു കാരണവശാലും ഓൺലൈൻ മുഖേന വിൽക്കുന്നില്ല. നേരിട്ട് പേപ്പർ ടിക്കറ്റുകളായി മാത്രമേ കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമായ പ്രചരണം പത്രമാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയും അടക്കം കേരള ഭാഗ്യക്കുറി നൽകി വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക തട്ടിപ്പുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം പേപ്പർ ടിക്കറ്റ് മാത്രമേ കേരള ഭാഗ്യക്കുറിക്കുള്ളൂ. വന്നിട്ടുണ്ട് ഇത്തരം ആപ്പുകൾ എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതെ, അപ്പൊ കേരള ഭാഗ്യക്കുറിയുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സെൻട്രൽ ലോട്ടറീസ് ആക്ടിന്റെയും കേരള ലോട്ടറി റൂൾസിന്റെ, സെൻട്രൽ ലോട്ടറി റൂൾസിന്റെ ഒക്കെ അടിയിലാണ് ഭാഗ്യക്കുറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ കീഴിൽ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള അധികാരികളുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാരാണ് ഇത്തരം ഈ ലോട്ടറി നിയമത്തിന് കീഴിലെ എൻഫോഴ്സ്മെന്റ് അധികാരികൾ. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൈമാറാറുണ്ട്. അതിനകത്ത് നടപടി സ്വീകരിച്ച് ഇതുപോലുള്ള ഇതിനു മുൻപ് വന്നിട്ടുള്ള പല വെബ്സൈറ്റുകളെയും വ്യാജ ടിക്കറ്റ് വിൽപ്പനകളെയും ഒക്കെ നമുക്ക് തടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക എന്താണ്? കേരള ലോട്ടറി ഓൺലൈൻ വിൽപ്പന കേന്ദ്രം എന്നാണ്. അതായത് അത്രയും ഒത്തന്റിക് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള ലോട്ടറി വാങ്ങാൻ കഴിയും എന്ന ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊരു ആപ്പാണ്. ഇപ്പം കേരള സർക്കാരിന് പരിമിതികളുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ RBIയുമായൊക്കെ ബന്ധപ്പെട്ട് ഈ ആപ്പ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നോ? തീർച്ചയായും നമ്മൾ അതിനാവശ്യമായ പരാതി, നമ്മുടെ പോലീസ് സംവിധാനമാണ് അതിന്റെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി, അവരതിനകത്ത് ഉചിതമായ നടപടികൾ എടുക്കുന്നുണ്ട്. നമുക്കിതിനു മുൻപ് ഇത്തരം പലതിനെയും തടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ നമ്മൾ ആ നടപടി എടുക്കുന്നതാണ്. സർ, ദയവായി തുടരണം. ഈ വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, ഇത് വലിയൊരു തട്ടിപ്പാണ്, സാധാരണക്കാരനെ ചൂഷണം ചെയ്യുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് ഈ വാർത്ത കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു അന്വേഷണം. പ്രശാന്തിന് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രശാന്ത് ചോദിച്ചോളൂ. എബ്രഹാം സാർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം ആപ്പിലൂടെ സംസ്ഥാന സർക്കാർ വിറ്റഴിക്കുക അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് വിറ്റഴിക്കുന്ന ലോട്ടറിയിൽ തന്നെ വിറ്റഴിക്കുമ്പോൾ നമ്മുടെ, അതായത് ലോട്ടറി ഡയറക്ടറേറ്റ് വിറ്റഴിക്കുന്ന ഭാഗ്യക്കുറിയുടെ വരുമാനത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിലും ഏറെ പ്രസക്തമായ കാര്യം എന്നുള്ളത്, ഇത്തരം ഇത് നറുക്കെടുപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോ നിയമവിധേയമല്ല. ഇതിനകത്ത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള വലിയൊരു സാധ്യത അതിന് മുകളിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇവർ, അതായത് നമ്മൾ സംസാരിച്ച ഈ ഓൺലൈൻ ലോട്ടറി ഗെയിമിങ്ങിൽ പങ്കെടുത്തവർ തന്നെ പറയുന്നത് അവർക്ക് 5,000 രൂപ 25,000 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ ഒന്നാം സമ്മാനം കിട്ടുമോ, അല്ലെങ്കിൽ 25 കോടി അവരെടുത്ത നമ്പറിനാണ് കിട്ടുന്നതെങ്കിൽ അത് എവിടെ കിട്ടും എവിടെ കിട്ടില്ല എന്നൊന്നും അവർക്കറിയില്ല. മാത്രമല്ല ഇതിനെല്ലാം ഒരു കസ്റ്റമർ കെയർ അടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ പണം ഇത്തരത്തിൽ ചെറിയ സമ്മാനങ്ങളാണെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് വലിയൊരു നെറ്റ്വർക്ക് ആകണ്ടേ? ഓരോ ആപ്പിന്റെയും പ്രവർത്തനത്തെ കുറിച്ച് വിശദമായി എനിക്കറിയില്ല ഏത് ആപ്പിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷെ പൊതുവെ പറയാനുള്ളത്, ഇത്തരത്തിൽ കേരള സർക്കാരിന്റെ, നമ്മുടെ ലോട്ടറി വകുപ്പിന്റെ തന്നെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വസ്തതയും സുതാര്യതയും അതിന്റെ ജനകീയതയുമാണ്.
ഈ തരത്തിൽ യാതൊരു വിശ്വാസ്യതയോ സുതാര്യതയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിലാണ് ഈ ഓൺലൈൻ ആപ്പുകളിലൂടെയൊക്കെ ചാടുക. കേരള ഭാഗ്യക്കുറി ഈ തരത്തിൽ ഓൺലൈനിലൂടെ വിൽക്കുന്നില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം ആവർത്തിച്ച് ഭാഗ്യക്കുറി വകുപ്പും കേരള സർക്കാരും പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ ആ ഒരു സാധ്യതയല്ല. ഇത് മൊത്തത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എബ്രഹാം സംസാരിച്ചത്. പ്രശാന്ത്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ചിലപ്പം പറയാറുണ്ട് ചില മേഖലകളിലാണ് കൂടുതൽ ലോട്ടറി അടിക്കാറ്, പ്രത്യേകിച്ച് പാലക്കാട്, ഷൊർണൂർ മേഖലകളിലൊക്കെ. അപ്പം ഒരു പക്ഷേ ഈ സാധാരണക്കാർക്ക് ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഷൊർണൂരിൽ പോയി ലോട്ടറി എടുക്കുക പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഓൺലൈൻ ആകുമ്പം ആ ഒരു പ്രശ്നം കൂടി വരുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഓൺലൈൻ തട്ടിപ്പിൽ വീഴുന്നുണ്ടോ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ്. അതായത് പൊതുവേ ഇപ്പോൾ ലോട്ടറി എടുക്കുന്നവരും അതുപോലെ തന്നെ ലോട്ടറി ഏജന്റുമാരടക്കം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, അതായത് കേരള ലോട്ടറിയിൽ സമ്മാനം കുറവാണ് എന്നതാണ്. അതിനവർ ചില ഭാഗ്യ നമ്പർ തേടി നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു യുക്തി എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ആര്യ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാലക്കാടാണ് ടിക്കറ്റ് എടുക്കാൻ കിട്ടിയാൽ പാലക്കാട് നിന്ന് എടുക്കുന്ന ടിക്കറ്റിന് സമ്മാനം കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്നതൊക്കെ പറയുന്നതിൽ ഒരു കണക്കിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ജില്ലയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും നമ്പർ വരാനും കിട്ടാനും സാധ്യത. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കണ്ടാൽ മതി. മറിച്ച് ഈ കേരള ലോട്ടറിയിൽ സമ്മാനം കുറവാണ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ വേണം അതിന് കാണാം. ഒരുപക്ഷെ അതൊരു വ്യാജ പ്രചരണമാകാം. മറ്റൊരു വിഷയമുള്ളത്, ഒരുപാട് നറുക്കെടുപ്പ് സമ്മാന തുക നറുക്കുകൾ അല്ലെങ്കിൽ സമ്മാനം കൂടുമ്പോൾ കൂടുതൽ തീർച്ചയായും മുൻകാലത്തുള്ളതിനേക്കാളും സമ്മാനം സ്പ്ലിറ്റായി പോകും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 5000 പേർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 10000 പേർക്ക് കിട്ടുമ്പോഴത്തേക്കും എണ്ണം കുറയും. അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയാണ്. പക്ഷേ ഏതായാലും അതിനകത്ത് തട്ടിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് നിലവിൽ എന്തായാലും അത്തരത്തിൽ അല്ലെങ്കിൽ സമ്മാനം കുറച്ചു എന്നുള്ളത് പറയാനൊന്നും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ലോട്ടറി ഇത്തരം ഓൺലൈൻ ലോട്ടറി കേരള സർക്കാരിൻ്റെ പേരിൽ നടത്തുന്നവർ അവർ പണം കൊടുക്കുന്നുണ്ട്. ആ പണം കൊടുക്കുന്നത് അത് തീർച്ചയായും നേരത്തെ ലോട്ടറി ഡയറക്ടർ തന്നെ പറഞ്ഞത് അത് കേരള ലോട്ടറിയുടെ വരുമാനത്തെ ബാധിക്കും. കാരണം പണം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വരുമാനത്തെ ബാധിക്കുക എന്നതിനപ്പുറം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് ഒരുപക്ഷെ വൈകുന്നേരം പോയി ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ അവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ പരാതിയുമായോ അല്ലെങ്കിൽ നിയമ നടപടിയുമായോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ ത്രാണിയില്ലാത്ത, ആ സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരായിരിക്കും ഈ ഒരു ചൂഷണത്തിന് കൂടുതലും ഇരയാകുന്നത്. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് താങ്കൾ നേരത്തെ കൃത്യമായി പറഞ്ഞു. ഇപ്പം വെബ്സൈറ്റൊക്കെ ഈ രീതിയിൽ പൂട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ ലോട്ടറി ഡയറക്ടർ പറഞ്ഞു. പക്ഷെ അതിനപ്പുറം ഇത് വലിയൊരു തട്ടിപ്പാണ്. കാരണം അത്രയും റവന്യൂ വരുന്നതാണ് കേരള സർക്കാരിന് ലോട്ടറി വഴി. അത്രയും ആളുകൾ വാങ്ങുന്ന ഒരു കാര്യമാണ്. അത്രയും അധികം ഇപ്പോൾ ഓണ ബമ്പറൊക്കെ പറഞ്ഞാൽ എല്ലാവരും, ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവരും ഓണ ബമ്പർ എടുക്കാൻ കാത്തിരിക്കുകയായിരിക്കും ശമ്പളം വന്നിട്ടൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരം ആപ്പിനെ പറ്റി ഒരു സൂചന ലഭിക്കുമ്പോൾ തന്നെ, ഇങ്ങനെ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു പ്രാഥമികമായ വിവരം ലഭിക്കുമ്പോൾ തന്നെ അത് എടുത്തു കളയാൻ, അത് ആപ്ലിക്കേഷൻ സ്റ്റോറിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതല്ലേ? സംവിധാനമുണ്ട്. കേന്ദ്ര സർക്കാരിനായിരിക്കും അത്തരം സംവിധാനങ്ങൾ. സംസ്ഥാന സർക്കാരിന് അത് കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കേരള പോലീസിന് സൈബറായിട്ട് ബന്ധപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ എല്ലാ സൈബർ കാര്യങ്ങളുടെയും കൺട്രോൾ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ഇത്തരം സംവിധാനങ്ങൾ, അതായത് ഒറ്റയടിക്ക് എടുത്തു മാറ്റാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റ് സംവിധാനങ്ങളായിട്ട് കണക്റ്റഡ് ആക്കാം. കണക്ട് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത്തരം ആപ്പുകളൊക്കെ കളയാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ആപ്പുകളെ കുറിച്ചാണ്, ഇത്തരം തട്ടിപ്പ് ആപ്പുകളെ കുറിച്ചാണ്. ഇത്തരം തട്ടിപ്പ് വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ തന്നെ 3 വെബ്സൈറ്റ് ഉണ്ട്. കേരള ലോട്ടറി ഓൺലൈൻ, കേരള പേപ്പർ ലോട്ടറി ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലതുണ്ട്. എനിക്കറിയില്ല ഇത് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്നുള്ളത്. ഇതിൽ ഒരു അതിനാണ് ഇപ്പൊ നേരത്തെ എബ്രഹാം സാർ പറഞ്ഞത്, പേപ്പർ വഴി മാത്രമേ, പേപ്പർ ലോട്ടറി മാത്രമേ കേരള സർക്കാരിനുള്ളൂ എന്നുള്ളത്. VD സതീശൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.
ശ്രീ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ഡി സതീശൻ, നമുക്കറിയാം ലോട്ടറി കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ്. അവർ അന്നന്നത്തെ കൂലിപ്പണി കിട്ടി ഒരുപക്ഷെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ലോട്ടറി വാങ്ങുന്നത്. കേരള സർക്കാരിന്റെ പേരിലാണ് ഈ തരത്തിൽ ആപ്ലിക്കേഷനുകളിൽ മൊബൈൽ ഫോണുകളിൽ സജീവമായി തന്നെ കാണുന്നത്. എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രങ്ങളിൽ പേപ്പർ ലോട്ടറി മാത്രമേ ഉള്ളൂ കേരള സർക്കാരിനെന്ന് പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് മാത്രം മതിയോ? ഇത് പൂർണ്ണമായ നിയമവിരുദ്ധമായ നടപടിയാണ്. ഓൺലൈൻ ലോട്ടറി കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഗാംബ്ലിംഗ്, ചൂതാട്ടം കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നിയമസഭ പാസ്സാക്കി നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഈ ഓൺലൈൻ ലോട്ടറിയും ഏകദേശം ഈ ഗാംബ്ലിങ്ങിന്റെ ചൂതാട്ടത്തിന്റെ പരിധിയിൽ തന്നെ എത്തുന്ന ഒരു സംഭവമാണ്. ഇത് യഥാർത്ഥ ലോട്ടറി കൃത്യമായി നടത്തുന്ന ലോട്ടറി സംവിധാനങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി ചെയ്യുന്ന നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യമാണ്. ഇത് സർക്കാർ പരസ്യം കൊടുത്ത് തീർക്കേണ്ട കാര്യമല്ല. നിയമവിരുദ്ധമായ കാര്യം നടന്നാൽ സർക്കാർ പരസ്യം കൊടുക്കുകയാണ്. നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കുകയാണ് ചെയ്യാറ്. നിയമം ലംഘിച്ചാൽ ലംഘിച്ചവർക്കെതിരായി നടപടിയെടുക്കണം. ആരാണ് ഈ സർക്കാരിന്റെ ലോട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓൺലൈൻ ലോട്ടറിയാക്കി മാറ്റി ചെയ്യുന്നത്, നിയമവിരുദ്ധമായി ചെയ്യുന്നത്? അപ്പൊ കുറെ കൂടി അതിന്റെ ഒരു കുറ്റകരമായ സ്വഭാവം കുറെ കൂടി കൂടുകയാണത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കുറെ കൂടി വർദ്ധിക്കുന്ന തരത്തിലാണ്. സർക്കാരിന്റെ ലോട്ടറിയിൽ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ സർക്കാർ പരസ്യം ചെയ്തത് ചെയ്യരുതെന്നല്ല പറയുന്നത്. ചെയ്ത ആളുകൾക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും. നമ്മുടെ സൈബർ പോലീസും മറ്റ് സംവിധാനങ്ങളും ഉള്ളതാണ്. ആരാണ് ഓൺലൈൻ വഴി ഇത്രയും ലോട്ടറി വിൽപ്പന നടത്തുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ എന്തിനാണ് പഠിക്കുന്നത്? അല്ല, ഇപ്പം ഈ ലോട്ടറി ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഈ ഒരു പരാതി ബോധ്യം ഇങ്ങനെ പരാതികളുമായി ശ്രീ വി ഡി സതീശൻ ഈ ലോട്ടറി ഡയറക്ടറോട് നേരത്തെ സംസാരിച്ചപ്പോൾ ഇത്തരം പരാതികൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അത് കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അറിയിച്ചാൽ മാത്രം മതിയോ? ഇപ്പോഴും ആ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പുറത്തിറങ്ങിയ ഓണം ബമ്പർ വരെ ആ ആപ്പിൽ കിട്ടാനുണ്ട്. അറിയിക്കുകയല്ല ചെയ്യേണ്ടത്, പരാതി കൊടുക്കണം. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് തന്നെ പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കേസെടുപ്പിച്ച് കുറ്റക്കാരായ ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരു 10 കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനിക്കും. ഇത് ചെയ്യുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ലോട്ടറി വകുപ്പും ധനകാര്യ വകുപ്പും ഒഴിഞ്ഞു മാറരുത്. ഒരു കാര്യം കൂടി, ഇപ്പൊ നമുക്കറിയാം ഈ ഓൺലൈൻ ലോട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന ലോട്ടറിക്കെതിരെയും നിയമ നടപടികൾ അതിപ്പോൾ UDF സർക്കാരായാലും ശരി LDF സർക്കാരായാലും ശരി അത് മുന്നോട്ട് പോയി അതിനെ നിരോധിച്ചതാണ്. അപ്പം ഇത്രയും ഒരു വലിയ ചൂഷണം നടക്കുമ്പോൾ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള അന്വേഷണം, എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്? നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് നമ്മളത് ഏറ്റെടുക്കും. ആ വിഷയം നമ്മൾ ഏറ്റെടുക്കും ഉറപ്പായിട്ടും. ഇപ്പോ മാതൃഭൂമി ഈ വിഷയം പുറത്തു കൊണ്ടുവന്നു. ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. അത് അവർ അലംഭാവം വരുത്തിയാൽ അപ്പോൾ അത് പ്രതിപക്ഷം ഏറ്റെടുക്കും. ഒരു സംശയ കാര്യത്തിലില്ല. ഇതിനേക്കാൾ വലിയ ലോട്ടറി കൊമ്പന്മാരെ കൊമ്പ് കുത്തിച്ചിട്ടുള്ള സംസ്ഥാനമല്ല കേരളം. പിന്നെയാണ് ഇത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. സാധാരണക്കാരുടെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം തട്ടിപ്പുകൾ. നിയമവിരുദ്ധമാണ്. കാരണം നമ്മുടെ നിയമസഭ നിരോധിച്ചതാണ് ഓൺലൈൻ ലോട്ടറി വിൽപ്പന എന്നുള്ളത്. പിന്നെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു, അതിൽ കൃത്യമായ നിയമ നടപടി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രശാന്ത് കൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രശാന്ത്, ഇനി അറിയാനുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞു ലോട്ടറി വകുപ്പിന് ഇന്റലിജൻസ് സംവിധാനമുണ്ട്, പക്ഷേ എൻഫോഴ്സ്മെന്റ് സംവിധാനമില്ല. അതുകൊണ്ടാണ് കേരള പോലീസിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും ഇത്രയും ഗുരുതരമായ വീഴ്ച, ഇത്രയും ഗുരുതരമായ നിയമലംഘനം കൺമുന്നിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാൻ, RBIയുടെ സഹായം തേടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഇത് തന്നെയാണ് പ്രധാനം. അതായത് ഒരുപാട് ആപ്പുകളുണ്ട് എന്നത് ഇത് സംബന്ധിച്ച അധികാരികൾക്കെല്ലാം അറിയാമെങ്കിലും അത് അവസാനിപ്പിക്കുന്നത്, അതായത് ഓരോ സമയവും നിരന്തരമായ നിരീക്ഷണത്തിലൂടെ ജാഗ്രതയിലൂടെ ഇവ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സൈബർ നടപടികൾ ഒക്കെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് ഗുണപോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില ആപ്പുകൾ കൃത്യമായി തന്നെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആര് നേരത്തെ സംസാരിച്ചത്, അതായത് ഇത് ഒരു സാമൂഹ്യ വിഷയമാണ്. ഒരുപാട് പേർ കാശിറക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം അവർ ഇത്രയും ഒരുപാട് കാലങ്ങളായി ഉപയോഗിക്കുന്നു. 2 ദിവസം മുൻപ് ഈ ആപ്പ് പെട്ടെന്ന് ഡൗൺ ആയി. അപ്പോൾ ഡൗൺ ആയപ്പോൾ
ഇവരെല്ലാവരും ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽപ്പെട്ടവരെല്ലാം വലിയ ആശങ്കയിലായി. അവർ ആശങ്ക പങ്കുവയ്ക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് പേർ ഈ ഓൺലൈനിൽ ഇത്തരം ടിക്കറ്റ് എടുക്കുന്നതിന്, അത് സംസ്ഥാന ലോട്ടറിയും അന്യസംസ്ഥാന ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി വാലറ്റുകളിലേക്ക് വലിയ തുക നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ തുക പുതുതായി നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ അവർക്ക് പല ഘട്ടങ്ങളിലായി അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമ്മാന തുക പിൻവലിക്കാനും കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നു. പ്രശാന്ത് കൃഷ്ണയാണ് ഈ ഒരു വാർത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്, പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനം, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവരും ലോട്ടറി എടുക്കുന്ന ആളുകളായിരിക്കും. പലരും നല്ലൊരു നാളെ, നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ലോട്ടറി എടുക്കുന്ന ആളുകളുടെ ആ ആളുകളെ കൂടി ചതിയിൽ വീഴ്ത്തുകയാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ, ഇത്തരം വെബ്സൈറ്റുകൾ. അപ്പോൾ അവയ്ക്കെതിരെ കൃത്യമായ നിയമ നടപടി അനിവാര്യമാണ്. ലോട്ടറിയുടെ വലിയ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. ഓൺലൈൻ ലോട്ടറിയും അന്യസംസ്ഥാന ലോട്ടറിയും നിയമം മൂലം നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇത്തരം വ്യാജന്മാരുണ്ട്, ഇത്രയും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ കൃത്യമായ നടപടി വേണം. ലോട്ടറി ഡയറക്ടർ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം മാത്രം പോരാ, കൃത്യമായി എത്രയും പെട്ടെന്ന് ഇത്തരം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ആ നടപടികളിലേക്ക് കൂടി നമ്മുടെ സർക്കാർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം.